ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു KL01 വേൾഡ് ഓഫ് നോളജ് PSC ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിനകത്ത് 5 ഇയർ പ്ലാൻസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നതിൽ 12ാം പഞ്ചവത്സര പദ്ധതിയിൽ 2012 ആരംഭിച്ച് 2017 അവസാനിച്ച 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് നോക്കിക്കൊണ്ടായിരുന്നു നിർത്തിയത്. ആ പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനമായിരുന്നു. അപ്പോൾ അതിന്റെ തുടർ ക്ലാസ്സുകളിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ക്ലാസ്സിലേക്ക് സുസ്ഥിര വികസനം എന്താന്ന് നോക്കാം. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഐക്യരാഷ്ട്ര സംഘടന നിയമിച്ച ബ്രെഡ്ലാൻഡ് കമ്മീഷന്റെ നിർവചനമാണ് ഇത്. സുസ്ഥിര വികസനത്തിന്റെ കാതൽ പ്രകൃതി വിഭവങ്ങൾ ഒരു തലമുറയ്ക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല. വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്. പ്രകൃതി വിഭവങ്ങൾ ഒരു തലമുറയ്ക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല, വരും തലമുറയ്ക്ക് കൂടി അനുഭവിക്കാൻ ഉള്ളതാണ് എന്നാണ് നമ്മുടെ സുസ്ഥിര വികസനത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. സുസ്ഥിര വികസനത്തെ കുറിച്ച് പഠിക്കുന്നതിനായി UNWCED സ്ഥാപിച്ച കമ്മീഷനാണ് ബ്രെഡ്ലാൻഡ് കമ്മീഷൻ എന്ന് പറയുന്നത്. ചെയർമാൻ ഹാർലം ബ്രെഡ്ലാൻഡ് ആണ്. അവർ കോമൺ ഫ്യൂച്ചർ എന്നറിയപ്പെടുന്ന കമ്മീഷനാണ് ബ്രെഡ്ലാൻഡ് കമ്മീഷൻ എന്ന് പറയുന്നത്. അവർ കോമൺ ഫ്യൂച്ചർ എന്നറിയപ്പെടുന്ന കമ്മീഷനാണ് ബ്രെഡ്ലാൻഡ് കമ്മീഷൻ. മാനവ മുഖമുള്ള പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കാത്ത ഒരു വികസന സമീപനമാണ് സുസ്ഥിര വികസനം. മാനവ മുഖമുള്ള പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കാത്ത ഒരു വികസന സമീപനമാണ് സുസ്ഥിര വികസനം. സുസ്ഥിര വികസനത്തിനുണ്ടായിരിക്കേണ്ട 3 പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ, സാമൂഹിക ലക്ഷ്യങ്ങൾ. 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. സുസ്ഥിര വികസനത്തിനുണ്ടായിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ, സാമൂഹിക ലക്ഷ്യങ്ങൾ. ഇടയ്ക്ക് PSC ചോദിച്ച ഒരു ചോദ്യം, which 5-year plan proposed the aim sustainable growth? Which 5-year plan proposed the aim sustainable growth? 12th plan. Okay, answer is 12th plan. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച 5 പഞ്ചവത്സര പദ്ധതികളും ഒന്ന് ഷോർട്ടായിട്ട് നോക്കിക്കൊണ്ട് നമ്മൾ 5 ഇയർ പ്ലാൻസിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒന്ന് ജസ്റ്റ് ഷോർട്ടായിട്ട് നോക്കാം. ഓക്കെ, റെഡിയാണോ? ഓക്കെ, 1ാം പഞ്ചവത്സര പദ്ധതി 1951-56 കാലഘട്ടം. ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. 1ാം പഞ്ചവത്സര പദ്ധതി 51-56 കാലഘട്ടം. 2ാം പഞ്ചവത്സര പദ്ധതി 1961 കാലഘട്ടം. വ്യാവസായിക വികസനമായിരുന്നു ലക്ഷ്യം. 3ാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 1966 വരെ ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയുമായിരുന്നു ലക്ഷ്യം. 4ാം പഞ്ചവത്സര പദ്ധതി 1969-1974 സ്ഥിരതയോട് കൂടിയ വളർച്ച, സ്വാശ്രയത്വം ഇവയായിരുന്നു ലക്ഷ്യം. 5ാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 79 വരെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ലക്ഷ്യം. 6ാം പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 1985 വരെ കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലായിരുന്നു ലക്ഷ്യം. 7ാം പഞ്ചവത്സര പദ്ധതി 1985-1990 ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ് ഇവയായിരുന്നു ലക്ഷ്യം. 8ാം പഞ്ചവത്സര പദ്ധതി 1992-97 കാലഘട്ടം. മാനവശേഷി വികസനം. 9ാം പഞ്ചവത്സര പദ്ധതി 1997-2002 ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമായിരുന്നു ലക്ഷ്യം. 10ാം പഞ്ചവത്സര പദ്ധതി 2002-2007 മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം. 11ാം പഞ്ചവത്സര പദ്ധതി 2007-2012 മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതി 2012-2017 സുസ്ഥിര വികസനം. നമ്മൾ ഇന്ന് പഠിച്ച സുസ്ഥിര വികസനം. ഇത്രയുമാണ് നമ്മൾ ഇത്രയും ദിവസം എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് 5 ഇയർ പ്ലാൻ എന്ന ടോപ്പിക്കിൽ നമ്മൾ നോക്കിയ ഒരു
കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നീതി ആയോഗ് എന്ന് പറയുന്ന ടോപ്പിക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. നീതി ആയോഗ് ആസൂത്രണത്തിനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. ആസൂത്രണ കമ്മീഷനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗ് എന്ന് പറഞ്ഞ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. എന്താണ് പറയുന്നത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇത് PSC ഇടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നീതി ആയോഗ്. നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് 2015 ജനുവരി 1-നാണ്. നീതി ആയോഗ് ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 2015 ജനുവരി 1. തൽക്കാലം ഇത്രയും കാര്യങ്ങൾ നോക്കി നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് ഇതിന്റെ കണ്ടിന്യൂഷനുമായിട്ട് നാളത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടുമുട്ടും വരേക്കും. സൈനിങ് ഓഫ് KL01 വേൾഡ് ഓഫ് നോളജ്. ബൈ.